ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സ്കോളർഷിപ്പ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഗ്രാമറുമായിട്ട് ഏകദേശം മോഡലായിട്ടുള്ള അത് നിങ്ങൾ കുറച്ച് തരുള്ളൂ. അത് നിങ്ങൾ അതനുസരിച്ച് പഠിച്ച് എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബഹുവചനെ പരിവർത്തയതു. തന്നിരിക്കുന്ന സെൻറ്റൻസ് നമുക്ക് ബഹുവചനത്തിലോട്ടാക്കണം, പ്ലൂറലിലോട്ടാക്കണം. അപ്പോൾ അതിനെന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ആദ്യം നോക്കിയിട്ടുള്ള ബാലിക, പദ്യം, അലിഖ. അപ്പം കർത്താവും ക്രിയയും നോക്കുക. കർത്താവ് എന്താണ്? സ്ത്രീലിംഗമാണ്, പ്രഥമ വിഭക്തിയല്ലേ, പ്രഥമ ഏകവചനം. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? അലിഖത്ത് പ്രഥമ പുരുഷ ഏകവചനം. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ബഹുവചനത്തിലോട്ടാക്കണമെങ്കിൽ ഇത് രണ്ടും ബഹുവചനമാവണം അല്ലേ. അപ്പോൾ ബാലിക എന്നുള്ളതിൻ്റെ ബഹുവചനം എന്താ? ബാലിക, ബാലികേ, ബാലികാഹ. അപ്പം ബാലികാഹയാണ്. ബാലികാഹ ബഹുവചനമായി. ഇനി അടുത്ത എന്തോന്നാണ്? പദ്യം. അത് തന്നെ, പദ്യം തന്നെയാണ്, മാറ്റമില്ല. പദ്യം. ഇനിയാണ് എന്തോന്നാണ്? അലിഖത്ത്. അലിഖത്തിൻ്റെ ബഹുവചനം അലിഖത്ത്, അലിഖതാം, അലിഖൻ. അപ്പോൾ അവിടെ അലിഖൻ എന്ന് എഴുതുക. താഴെ എഴുതാം അലിഖൻ, എഴുതി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആ രീതിയിൽ എഴുതുക അലിഖൻ. അടുത്തത് ത്വം അക്രീഡ. ഇവിടെ ത്വമാണ്. ത്വം എന്നുള്ളത് ത്വം നാമമാണ്. ആ നാമത്തിൻ്റെ ബഹുവചനം ത്വം, യുവാം, യൂയം. അപ്പോൾ അവിടെ യൂയം എഴുതി. യൂയം. അക്രീഡ. അക്രീഡ മധ്യമപുരുഷ ഏകോചനമാണ് അല്ലേ. ത്വം വരുമ്പോൾ അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ബഹുവചനം അക്രീഡ, അക്രീഡത്തം, അക്രീഡത. യൂയം അക്രീഡത. യൂയം അക്രീഡത. അടുത്ത അഹം മന്ദിരം അഗച്ഛം. അഹം എന്നുള്ളതിന് അഹം വയമാണ്. വയം. മന്ദിരത്തിന് മാറ്റമില്ല, മന്ദിരം. മന്ദിരം. അടുത്ത നോക്കിക്കോളൂ. അഗച്ഛം അഹമാണെങ്കിൽ അഗച്ഛം. അപ്പം അഗച്ഛം, അഗച്ഛാവ, അഗച്ഛാമ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കി എഴുതുക. അഗച്ഛാമ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി ഇരിക്കണം അതിൻ്റെ ഈ സിംഗുലർ വരുമ്പം ബഹുവചനം എങ്ങനെ വരുന്നു, പ്ലൂറൽ എങ്ങനെ വരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ. ഇനി അടുത്ത രേഖാങ്കിത പദാനി ആശ്രിത്യ പ്രശ്നനിർമ്മാണം കുറുവന്തു. പ്രശ്നനിർമ്മാണമേ ക്വസ്റ്റ്യൻസ് വേണം. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ അണ്ടർലൈൻ ചെയ്ത് തരും. രേഖാങ്കിത പദാനി ഇവിടെ അണ്ടർലൈൻ ചെയ്യും. ഇത് ക്വസ്റ്റ്യൻ വരത്തക്ക രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്യണം? ഛാത്രേഭ്യ ഏത് വിഭക്തിയാണെന്ന് നോക്കണം. ഇവിടെ ആചാര്യ ഛാത്രേഭ്യ പാരിതോഷികാനി യച്ഛന്തി. ആചാര്യൻ കുട്ടികൾക്കായി പാരിതോഷികങ്ങൾ നൽകുന്നു. കുട്ടികൾക്കായി ആയിക്കൊണ്ട് ഏത് വിഭക്തിയാണ്? ചതുർത്ഥിയാണ്. അപ്പം ചതുർത്ഥിയുടെ ഇത് വേണം, കിം ശബ്ദം. കിം ശബ്ദത്തിൻ്റെ ഇവിടെ ഛാത്രേഭ്യ എന്നുള്ളത് പിന്നെ ഇതാണ്, ഏതായിട്ട് പുല്ലിംഗമാണ്. അപ്പോൾ പുല്ലിംഗത്തിൽ കിം ശബ്ദത്തിന് ചതുർത്ഥി എങ്ങനെ വരും? കേന കാഭ്യാം കൈഹി തൃതീയ, കസ്മൈ കാഭ്യാം കേഭ്യയാണ് എന്ത്? ചതുർത്ഥി. അപ്പം ഇത് ബഹുവചനമല്ലേ, കസ്മൈ കാഭ്യാം കേഭ്യ. അപ്പം ഇവിടെ എന്ത് ചെയ്യണം? ആചാര്യ കേഭ്യ പാരിതോഷികാണി യച്ഛന്തി. ആചാര്യ കേഭ്യ പാരിതോഷികാണി യച്ഛന്തി. പാരിതോഷികാണി യച്ഛന്തി. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വിടുക. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ വേണം എഴുതാൻ. മനസ്സിലായല്ലേ? അടുത്ത് അതുപോലെ തന്നെ വൃക്ഷേഷു ഫലാനി സന്തി. വൃക്ഷേഷു അത് ഏത് വിഭക്തിയാണ്? വൃക്ഷങ്ങളിൽ. സപ്തമി ബഹുവചനമാണ്. വൃക്ഷേഷു വൃക്ഷങ്ങളിൽ ഫലങ്ങളുണ്ട്. അപ്പം ഏതിൽ ഫലങ്ങളുണ്ട്? അതും ബഹുവചനം തന്നെ എഴുതണം. സപ്തമിയല്ലേ വരെ ഇവിടെ ഇത് വന്നിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ കിം ശബ്ദത്തിന് സപ്തമി. വൃക്ഷശബ്ദം പുല്ലിംഗമാണ്. അപ്പം വൃക്ഷേഷു എന്നുള്ളത് കസ്മിൻ, കയോഹോ, കേഷു. അപ്പം കേഷു ഫലാനി സന്തി. ഏതിൽ? കേഷു ഫലാനി സന്തി. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. കേഷു ഫലാനി സന്തി. അടുത്തത്
ക്വാ പ്രത്യയം സ്വീകൃത്യ വാക്യലിഖത. ക്വാ എന്നുള്ള പ്രത്യയം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ക്വാ എന്നുള്ള പ്രത്യയം ചേർത്ത് ഇതൊരു ഉദാഹരണമാണ്, വേറെ തൂനും ഒക്കെ ഉണ്ട്. അപ്പോൾ ക്വാ ചേർത്ത് ഈ 2 സെൻറ്റൻസ് ഒറ്റ സെൻറ്റൻസ് ആക്കണം. അതെങ്ങനെയാണെന്ന് നോക്കുള്ളൂ. സഹ പത്രം ലിഖതി ഒരു സെൻറ്റൻസ്, പശ്ചാത് സഹ ഗച്ഛതി, അവൻ പത്രം എഴുതുന്നു കത്തെഴുതുന്നു, ശേഷം അവൻ പോകുന്നു. അപ്പം അവൻ കത്തെഴുതിയിട്ട് പോകുന്നു എന്ന് പറയണം അല്ലേ. അപ്പം സഹ പത്രം, ഇവിടെ ക്രിയയിലാണ് ക്വാ ചേർക്കേണ്ട. ലിഖതി എന്നുള്ളത് ചേർക്കുമ്പോൾ ലിഖിൻ്റെ കൂടെ ക്വാ ചേർക്കുമ്പോൾ ലിഖിത്വ എഴുതിയിട്ട്, ലിഖിത്വ പശ്ചാത്തൊന്നും വേണ്ട, പിന്നെ ഗച്ഛതി മതി. ലിഖിത്വ ഗച്ഛതി, സഹ പത്രം ലിഖിത്വ ഗച്ഛതി. ഈ രീതിയിലും ക്വസ്റ്റ്യൻ നോക്കുക. ഈ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യനൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. നോക്കിക്കോളൂ. കോഷ്ടകാത് ഉചിതം പദം സ്വീകൃത്യ റിക്തസ്ഥാനാനി പൂരേത. ഈ ബ്രാക്കറ്റിൽ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അതെടുത്തിട്ട് ഇതിന് യോജിക്കുന്നത് ഈ ഡാഷിൽ എഴുതുക എന്നാണ്. ആദ്യത്തത് മയൂരഹ ഡാഷ് രാജ അസ്തി. മയൂരം മയിൽ, ഡാഷ് രാജ എന്തിൻ്റെ രാജാവാണ്. ഇവിടെ ഖഗഹ ഖഗാന ഖഗാൻ. ഖഗ എന്ന് പറഞ്ഞപ്പോൾ മയൂരഹ ഖഗഹ രാജ എന്ന് പറയില്ല അല്ലേ. ഏതിൻ്റെ? പക്ഷികളുടെ രാജാവ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏത് വിഭക്തിയാണ് വരേണ്ടത്? ഷഷ്ടിയല്ലേ. അപ്പോൾ ഖഗാനാം രാജ ബഹുവചനമാണ്. ഖഗാനാം രാജ എന്ന് ഇവിടെ എഴുതുക. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ നല്ലോണം ഇത് പഠിച്ചേ പറ്റൂ. ഈ വിഭക്തികളെല്ലാം പഠിച്ചാൽ മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. അടുത്ത തവ ഡാഷ് ലേഖനി അസ്തി. തവ ഡാഷ് ഹസ്തേ ഹസ്തൗ ഹസ്താഹ. തവ നിൻ്റെ കയ്യിൽ അല്ലേ പേന ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ കയ്യിൽ നിന്ന് എങ്ങനെ കാണിക്കും? ഏത് വിഭക്തി വരണം? സപ്തമി ഏകവചനം വരണം അല്ലേ. അപ്പം തവ ഹസ്തേ ഹസ്തൗ ഹസ്ത. ഹസ്തേ തവ ഹസ്തേ, നിൻ്റെ കയ്യിൽ. അത് സപ്തമി ഏകവചനമാണ്. അടുത്തത് ഡാഷ് ഭാരതീയാഹ വീരാഹ സ്മ. ഭാരതീയർ വീരന്മാരാകുന്നു. അഹം ത്വം വയം. ഇവിടെ സ്മ വന്നിരിക്കുന്നു. വെർബിൽ സ്മ വരണമെങ്കിൽ എന്ത് വരും? ഉത്തമ പുരുഷനായിരിക്കണ്ടേ. അപ്പോൾ ഉത്തമ പുരുഷൻ ഇവിടെ യോജിക്കുന്ന ഏതാണ്? വയമല്ലേ. അഹം വരൂല. അഹം അസ്മിയെ വരുള്ളൂ. സ്മഹ വരണമെങ്കിൽ വയം. അടുത്ത ഡാഷ് സിംഹാഹ ഗർജന്തി. സിംഹങ്ങൾ ഗർജിക്കുന്നു. ഇവിടെ ബഹുവചനമാണ്. ഗർജന്തി ബഹുവചനം. അപ്പോൾ സഹ തേ താഹ. ഇവിടെ സിംഹം എന്ന് പറയുന്നത് പുല്ലിംഗമാണ്, അതുകൊണ്ട് ഇവിടെ സ്ത്രീലിംഗം വരില്ല, താഹ വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? തേ. സഹ തൗ തേ. അപ്പോൾ തേ ആണ് വരേണ്ട ബഹുവചനം. പുഷ്പാണി ഡാഷ് പതന്തി. ലതായാഹ ലതായ. പുഷ്പങ്ങൾ ലതയിൽ നിന്ന് വീഴുന്നു എന്നാണ്. അപ്പോൾ ലത അതിൽ നിന്ന് എന്നുള്ള ഫ്രം എന്നുള്ള എന്താണ്? ലതായാഹയാണ്. ലതായാഹ ലതയിൽ നിന്ന്. ഫ്രം എന്നുള്ള പഞ്ചമിയല്ലേ. അപ്പോൾ സ്ത്രീലിംഗം ആയതുകൊണ്ട് ലതായാഹ പഞ്ചമി. ലതയിൽ നിന്ന് വീഴുന്നു. വനേ ഡാഷ് അവസൻ. വനത്തിൽ എന്ത് താമസിക്കുന്നു? ഋഷിഹി ഋഷയഃ. അടുത്ത വേറൊന്നും കൂടി ഉണ്ടല്ലോ. ഋഷിയും ഒന്നും കൂടി ഉണ്ട്. ഋഷിയും. അപ്പോൾ ഇവിടെ വനത്തിൽ ഋഷിമാർ താമസിക്കുന്നു. ഇവിടെ ഋഷിമാർ ബഹുവചനമല്ലേ വരേണ്ട. അവസൻ വെർബ് പ്രഥമ പുരുഷ ബഹുവചനം. അപ്പോൾ പ്രഥമ പുരുഷ ബഹുവചനം വരുന്നത് ഋഷിഹി അല്ല, ഇത് സിംഗുലറാണ്. ഋഷയഃയാണ്. ഋഷയഃ ഋഷിമാർ. വനേ ഋഷയഃ അവസൻ. യഥാ വൃഷ്ടിഹി ഭവതി ഡാഷ് മയൂരാഹ നൃത്യന്തി. എപ്പോഴാണോ വൃഷ്ടി മഴ ഉണ്ടാകുന്നത് അപ്പോൾ അപ്പോൾ എന്നുള്ള വരണം. ഇവിടെ തത്ര വരുമോ? അല്ല. യഥാ വരുമ്പോൾ എപ്പോഴും തഥയാണ് വരുന്നത്. യഥാർത്ഥ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ഇതിൽ നിന്നും വരാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ വിഭക്തികളും പഠിക്കുക, പിന്നെ വെർബും പഠിക്കുക. എന്നാൽ മാത്രമേ ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കോഷ്ടഗതേഷു പദേഷു ഉചിതരൂപൈഹി റിക്തപൂർത്തിഃ കുരുത. കോഷ്ടകഗതേഷു എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നവ പദങ്ങളിൽ പദേഷു ഉചിതരൂപ. ആ പദങ്ങളുടെ ഉചിതമായ രൂപത്തിൽ ഈ അണ്ടർലൈൻ ചെയ്ത് പൂരിപ്പിക്കുക എന്നാണ് ഈ ക്വസ്റ്റ്യൻ.
ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് ഇത്, ഈ മോഡൽ. അതായത് ഡാഷ് ബാലകവും ഫലാനി ഖാദത. ഇവിടെ ബാലകവും, ഒരു ബാലകവും എന്ന് പറയുമ്പോൾ 2 ബാലന്മാരല്ലേ, 2 ബാലന്മാർ ഫലങ്ങൾ കഴിക്കുന്നു. അപ്പോൾ ഇവിടെ എഴുതേണ്ട തത് എന്നുള്ളതിൻ്റെ ഏത് രൂപം ഇവിടെ വരും? അപ്പോൾ തത് ശബ്ദത്തിൻ്റെ സഹതൗത്തെ അതൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഡാഷ് ബാലകവും, 2 ബാലകന്മാർ സഹ തൗ തൗ അല്ലേ, തത് ശബ്ദത്തിൻ്റെ വരുമ്പോൾ തൗ ബാലകൗ തൗ ബാലകൗ ഫലാനി ഖാദത. അടുത്തത് ഡാഷ് ജനകഃ അത്ര ആഗച്ഛതി. ഡാഷ് ജനകഃ, ജനകൻ അത്ര അവിടെ വരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ? യുഷ്മത് ശബ്ദമാണ്. യുഷ്മത് എന്ന് പറയുമ്പോൾ ത്വം യുവാം യൂയം വരുന്ന ഇതാണ്, വിഭക്തി വരുന്നതാണ് യുഷ്മത് ശബ്ദം. അപ്പോൾ ഇവിടെ ഡാഷ് ജനകൻ, ആരുടെ ജനകൻ? നിന്റെ ജനകൻ എന്ന് പറയണ്ടേ, നിന്റെ ജനകൻ അവിടെ വരുന്നു. നിന്റെ ജനകൻ എന്നുള്ള യുഷ്മ ശബ്ദത്തിൽ നിന്റെ എന്നുള്ള ഷഷ്ടി വരണം. തവയല്ലേ വരണ്ടേ, തവ ജനകഃ. അടുത്തത് ഡാഷ് ബാലകസ്യ കിം നാമാസ്തി. ഇനി ദ്വിതീയ ചേർത്ത്, അതായത് സംഖ്യകൾ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. എന്തോ ആയാലും ബാലകസ്യ, ഇവിടെ ബാലകസ്യ കിം നാമാസ്തി, ബാലകൻ്റെ പേരെന്താകുന്നു. അപ്പം ബാലകസ്യ എന്നുള്ളത് ഷഷ്ടി ഏകവചനമാണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്ത് തന്നെ വരണം? അതും ഷഷ്ടി ഏകവചനം തന്നെ വരണ്ടേ. രണ്ടാമത്തെ ബാലകൻ്റെ പേരെന്താണ്? അപ്പോൾ ദ്വിതീയ എന്നുള്ളതിൻ്റെത് ദ്വിതീയസ്യ ബാലകസ്യ. അഹം ഡാഷ് ഛാത്രേണ സഹ ഗമിഷ്യാമി. ഞാൻ ആ കുട്ടികളോടൊപ്പം പോകും. ഇവിടെ തൃതീയയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ? ഛാത്രേണയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? തൃതീയേന. അവിടെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം? തൃതീയേന. ഇവിടെ തൃതീയ വിഭക്തി വന്നുകൊണ്ട് ഇവിടെയും തൃതീയ ശബ്ദത്തിൻ്റെയും. അപ്പോൾ അഹം തൃതീയേന ഛാത്രേണ സഹ ഗമിഷ്യാമി എന്ന് വരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് അവ്യയ പദാനി ചിത്വാ ലിഖിത. അവ്യയങ്ങൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ട് അവ്യയങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ അവ്യയ പദങ്ങൾ നോക്കിയെടുത്ത് എഴുതുക എന്നാണ്. ഒന്നാമത്തത് ഈശ്വരഃ സർവത്ര അസ്തി. ഇവിടെ അവ്യയ ഏതാണ്? ഈശ്വരഹയാണോ? അല്ലാതെ നാമമാണ്. അസ്ഥിയാണോ? അത് വെർബാണ്. സർവത്രയാണ്. അപ്പോൾ ആൻസർ എന്താ? സർവത്ര എന്ന് നമ്മൾ അവിടെ എഴുതണം. സർവത്ര. അടുത്തതും അതുപോലെ ആത്മാ അമരഹ അജരഹ ച. ആത്മാവ് അമരവും അജരം ച. ഇവിടെ ചായാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാം. അപ്പം നിങ്ങൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ കണ്ടുപിടിച്ച് എഴുതുക. പ്രധാനമായിട്ടും വിഭക്തികൾ നല്ലോണം ബൈഹാർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ലകാരങ്ങൾ അത് നല്ലോണം ബൈഹാർട്ട് ചെയ്യുക. എന്നാൽ ഒരുവിധമൊക്കെ എഴുതാൻ സാധിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും 25-ാം തീയതി ആണെന്ന് പറഞ്ഞു എക്സാം. എല്ലാവർക്കും നന്നായി എഴുതാൻ കഴിയാൻ ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഇതുണ്ടാകട്ടെ, നല്ല മാർക്കുകളോടുകൂടി നല്ല സ്കോറോടുകൂടി ജയിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.